അപ്പൊ നമ്മുടെ പന്തളത്ത് നല്ല വെറൈറ്റി ചായയും മോമോയും ബർഗറും ഒക്കെ കിട്ടുന്ന സ്പോട്ട്, അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ. അപ്പൊ പിന്നെ ചായ ലവറായിട്ടുള്ള എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ചെന്നത് നല്ല മഴക്കോള് കണ്ടിട്ട് അവരുടെ മസാല ചായ തന്നെ ആദ്യം ഓർഡർ ചെയ്ത്. നമ്മുടെ ട്രെയിനിൽ നോർത്ത് ഇന്ത്യ പോയവർക്കെല്ലാം മസാല ചായ അവരുടെ ഫേവറേറ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ അത് കിട്ടുന്ന റെയറാണ്. അത് പിന്നെ മഴയത്തൂടാകുമ്പോ പിന്നെ എന്ത് വേണം മച്ചന്മാര്. പിന്നെ അവരുടെ മെനുവിൽ നോക്കിയപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് കണ്ടപ്പോൾ അഫോർഡബിൾ ആണെന്ന് തോന്നി, അതാ ഓർഡർ ചെയ്തു. വന്നപ്പോ ഇന്നേ വരെ കാണാത്തതിന്റെ കൂട്ട് മാഷ്മലോ ടോപ്ഡ് ആയിട്ടാണ് ഹോട്ട് ചോക്ലേറ്റ് വന്നത്. ആ ഹോട്ട് ചോക്ലേറ്റ് ഇച്ചിരി പോലും വാട്ടർ ഡൗൺ അല്ലാത്തതുകൊണ്ട് നല്ല റിച്ച് ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. ഇതിന്റെ സൈസ് കണ്ടോ വെച്ചവര്. ആ ചിക്കൻ സാൻഡ്വിച്ചിനെ ഒന്ന് വാഷ് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സിഗ്നേച്ചർ ചായ തന്നെ ഓർഡർ. ഇതും സൂപ്പറാണ്, പക്ഷെ എനിക്ക് മസാല ചായയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറെ എങ്ങും ഞാൻ കാണാത്തൊരു ഐറ്റം ക്രാബ് ക്ലോ. മച്ചന്മാരെ ഇത് നിറച്ച് ഞണ്ടിന്റെ ഇറച്ചിയാണ്. ഡെഫിനറ്റ്ലി ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഓർഡർ ചെയ്ത ഇവിടുത്തെ ചിക്കൻ ചീസ് ബർഗർ ആണ്. നിങ്ങൾ ഇനി ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇതിനൊരു ഔട്ട്സൈഡ് സിറ്റിംഗ് ഏരിയ ഉണ്ട്. മഴ തോർന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് വിട്ടു. നല്ല നൈസ് ഒരു വൈബാണ്. ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വന്നൊരു ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ പറ്റിയ ഇടം. പിന്നെ നമ്മുടെ ഐമാക്സിലൊക്കെ പോയവർക്കറിയാം ഈ സാധനം എന്തുവാണ്. ഇതാണ് ബബിൾ ഗം സ്ലഷി. നമ്മുടെ നാട്ടിൽ സ്ലഷി കിട്ടുന്ന വേറെ സ്പോട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂണിക് ചായയും സ്നാക്കും സ്ലഷിയും ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ മറക്കേണ്ട സ്പോട്ട് ഷായ് പന്തളം.